ട്രെൻഡിന് പിന്നാലെ പോയവനല്ല, ട്രെൻഡ് സെറ്റ് ചെയ്ത ഫിലിം മേക്കറാണ് സംഗീത് ശിവൻ. സിനിമയുടെ ഇൻട്രോ സീൻ മുതൽ അവസാനം വരെ അന്ന് വരെ മലയാളി അനുഭവിച്ചിട്ടില്ലാത്ത സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു അയാളുടെ ഓരോ ഫ്രെയിമുകളും. യോധയും ഗാന്ധർവവും നിർണയവുമെല്ലാം മലയാളികൾക്ക് ഇന്നും അത്ഭുതങ്ങളാണ്. 1990 പുറത്തിറങ്ങിയ വ്യൂഹം എന്ന ചിത്രത്തിലൂടെയാണ് സംഗീത് ശിവന്റെ സംവിധാന അരങ്ങേറ്റം. 92 സംഗീത് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ യോധയാകട്ടെ മലയാളികളുടെ എക്കാലത്തെയും ഇഷ്ട ചിത്രങ്ങളിലൊന്നും. ഈ ചിത്രത്തിലൂടെ AR റഹ്മാനെ മലയാളത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് സംഗീത് ശിവനാണ്. തുടർന്ന് ഡാഡി, ഗാന്ധർവം, ജോണി, നിർണയം തുടങ്ങി മലയാളി അതുവരെ കാണാത്ത ജോണറിലുള്ള ഒരു പിടി നല്ല സിനിമകൾ. പതുക്കെ മലയാളത്തിൽ നിന്നും ഹിന്ദിയിലേക്ക്. നേരത്തെ ബോളിവുഡിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി അരങ്ങേറിയ സംഗീത് ശിവൻ സംവിധായക കുപ്പായത്തിൽ അവിടെ അവതരിക്കുന്നത് 1998 പുറത്തിറങ്ങിയ സോർ എന്ന സണ്ണി ഡിയോൾ ചിത്രത്തിലൂടെയാണ്. തുടർന്ന് ചുരാലിയ ഹേ തുമ്നെ, ക്യാ കൂൾ ഹേ ഹം, അപ്ന സപ്ന, മണി മണി, ക്ലിക്ക്, യംല പഗ്ല, ദിവാന 2. പിന്നീട് ഹിന്ദി ആയിരുന്നു സംഗീതിന്റെ പ്രധാന തട്ടകം. മലയാളത്തിലെ ഹിറ്റ് ചിത്രമായ രോമാഞ്ചത്തിന്റെ ഹിന്ദി റീമേക്ക് കബ് കബി പുറത്തിറക്കാനിരിക്കെയാണ് ഈ അപ്രതീക്ഷിത വിയോഗം. ബോളിവുഡിൽ തുടങ്ങി ബോളിവുഡിൽ അവസാനിക്കുന്ന കരിയറുമായിട്ടാണ് സംഗീത് ശിവന്റെ മടക്കം. പക്ഷേ ബോളിവുഡിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന് വിജയക്കുടി പാറിച്ച മലയാളി സിനിമാക്കാരൻ എന്ന ഇമേജാണ് അയാൾക്ക് ഏറെ ചേരുക.